ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയർന്നാലും എന്തൊക്കെ മഹത്തായ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയാലും ചില മനുഷ്യരുടെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ വീഴ്ചകളിലേക്ക് മാത്രമായിരിക്കും തറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ശരീരം എത്രത്തോളം ആരോഗ്യത്തോടെയും ഭംഗിയോടെയും ഇരുന്നാലും ഈച്ചകൾ എപ്പോഴും വന്നിരിക്കുന്നത് ആ ശരീരത്തിലെ മുറിവുകളുള്ള ഭാഗത്താണല്ലോ. കൃത്യമായി പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ചില നെഗറ്റീവ് മനുഷ്യരും. നമ്മൾ ലക്ഷങ്ങൾ സമ്പാദിച്ചാലും ആഗ്രഹിച്ചതുപോലെ വലിയൊരു സ്വപ്നഭവനം പടുത്തുയർത്തിയാലും സ്വന്തം മാതാപിതാക്കളെ ജീവനേക്കാളേറെ സ്നേഹത്തോടെ പരിചരിച്ചാലും അവരുടെ കണ്ണുകൾക്കൊരിക്കലും നമ്മുടെ ആ നന്മകളിലേക്ക് നീളില്ല. പകരം നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു കുറവിലേക്കോ അല്ലെങ്കിൽ ജീവിതത്തിലെ ചെറിയൊരു പരാജയത്തിലേക്കോ മാത്രമായിരിക്കും അവർ എപ്പോഴും വിരൽ ചൂണ്ടുന്നത്. നിങ്ങളിത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പലപ്പോഴും പുറത്തുനിന്നുള്ള ശത്രുക്കളേക്കാൾ എത്രയോ മടങ്ങ് അപകടകാരികളാണ് നമ്മുടെ കൂടെ തന്നെയുള്ള ഇത്തരം ആളുകൾ. കാരണം പുറത്തുനിന്നുള്ള ഒരു ശത്രുവിന് നിങ്ങളുടെ ശരീരത്തെ മാത്രമേ മുറിവേൽപ്പിക്കാൻ സാധിക്കൂ. എന്നാൽ നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ മനസ്സ് വിഷമിക്കുകയും ചെയ്യുന്ന സ്വന്തം ബന്ധുക്കളോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ ആയ ആളുകൾ നേരിട്ട് ആഞ്ഞടിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് നേരെയാണ്. അവരവിടെ നിങ്ങളുടെ മനസ്സിനെയാണ് തകർത്തുകളയുന്നത്. ഇവിടെ വളരെ വലിയൊരു സൈക്കോളജിക്കൽ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ചെറുപ്പം മുതൽ നമ്മെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും അവരോടൊന്നും തിരിച്ചു പറയരുതെന്നുമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ ഒരു നല്ല സംസ്കാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ചില ആളുകൾ നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്ന് ഒരു ചിതലരിപ്പതുപോലെ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. അസൂയ എന്നത് ഒരു സാധാരണ വികാരമല്ല. മനഃശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഇതൊരു മാരകമായ മാനസിക ക്യാൻസറാണ് എന്നാണ്. നിങ്ങളുടെ ഒരു വളർച്ച കാണുമ്പോൾ നിങ്ങളുടെ ഒരു ബന്ധുവിനോ അല്ലെങ്കിൽ സുഹൃത്തിനോ ഉണ്ടാകുന്ന ആ അസ്വസ്ഥത നിങ്ങളുടെ സന്തോഷം കണ്ടിട്ടല്ല, പകരം ഞാൻ ഇപ്പോഴും പഴയ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുമ്പോൾ ഇവൻ എങ്ങനെ എന്നേക്കാൾ മുന്നോടിയായി എന്ന ചിന്തയിൽ നിന്നാണ് ആ അസൂയ ഉടലെടുക്കുന്നത്. നിങ്ങളുടെ പുതിയ വാഹനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുട്ടികളുടെ നല്ല മാർക്കുകൾ, ഇതെല്ലാം അവരുടെ സ്വന്തം പരാജയത്തിന്റെ കണ്ണാടിയായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. മനുഷ്യന് സ്വന്തം പരാജയത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് അവൻ മറ്റുള്ളവരെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നത്. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ ചിന്ത തന്നെ മാറിമറിയും. ചാണക്യനീതിയുടെയും മോഡേൺ സൈക്കോളജിയുടെയും അത്ഭുതകരമായ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മനുഷ്യരെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്താം എന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ മാനസിക സമാധാനമാണ് മറ്റെന്തിനേക്കാളും വലുത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ ചില മനുഷ്യരുണ്ട്, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് തളർത്തണം എന്ന ഒരൊറ്റ ചിന്തയോടെ മാത്രം ജീവിക്കുന്നവർ. അങ്ങനെയുള്ളവരിൽ നിന്നും സ്വയം പ്രതിരോധിക്കാൻ നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് ഒന്നും അറിയാത്ത ഭാവത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുക എന്നതാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ പ്രതികരണമില്ലായ്മയുടെ പരമമായ ശക്തി എന്ന് വിശേഷിപ്പിക്കാം. നമ്മൾ പലപ്പോഴും വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താണെന്നറിയാമോ? യാതൊരു കാര്യവുമില്ലാതെ മറ്റുള്ളവരോട് തർക്കിക്കാൻ നിൽക്കുന്നതും നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതുമാണ്. നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. വീട്ടിലെല്ലാവരും ഒത്തുകൂടി സന്തോഷം പങ്കിടുന്ന ഒരു കുടുംബ ചടങ്ങ് നടക്കുകയാണെന്ന് കരുതുക. അവിടെയുള്ള ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹം നീണ്ടുപോകുന്നതിനെക്കുറിച്ചോ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ ചോദിക്കുകയാണ്. സ്വാഭാവികമായും ആ നിമിഷത്തിൽ നമ്മുടെ ചോര തിളച്ചുമറിയും. അവിടെ വെച്ച് തന്നെ അയാൾക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. ഇല്ല അമ്മാവ, എനിക്ക് ജോലി നഷ്ടപ്പെട്ടതല്ല, ഇതിനേക്കാൾ നല്ലൊരു അവസരത്തിനു വേണ്ടി ഞാൻ സ്വയം രാജിവെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം ന്യായീകരിക്കാൻ തുടങ്ങും. എന്നാൽ കൃത്യമായി മനസ്സിലാക്കുക, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മളോട് അസൂയയുള്ള ആ വ്യക്തിക്ക് നിങ്ങളുടെ ന്യായീകരണങ്ങളോ യാഥാർത്ഥ്യമോ ഒന്നും അറിയേണ്ടതില്ല. പകരം ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ പരിഭ്രമവും സങ്കടവും കണ്ട് ആസ്വദിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ദേഷ്യപ്പെടുകയോ തിരിച്ചു തർക്കിക്കുകയോ ചെയ്യുമ്പോൾ താൻ എറിഞ്ഞ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി തറച്ചു എന്നൊരു വലിയ ആശ്വാസമാണ് അവർക്ക് ലഭിക്കുന്നത്. മഹാനായ ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ചെളിയിലേക്ക് നമ്മൾ കല്ലെറിഞ്ഞാൽ ആ ചെളി തെറിച്ചു വീഴുന്നത് നമ്മുടെ സ്വന്തം വസ്ത്രത്തിലേക്കായിരിക്കുമെന്ന്. മോശം ചിന്താഗതികൾ കൊണ്ടു നടക്കുന്ന ഇത്തരം മനുഷ്യരോട് തർക്കിക്കാൻ പോകുന്നത് ആ ചെളിയിലേക്ക് കല്ലെറിയുന്നത് പോലെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ കുറവുകളെ കുത്തിനോവിക്കുമ്പോഴോ ഒട്ടും ദേഷ്യപ്പെടരുത്. അവർക്ക് യാതൊരു മറുപടിയും നൽകാതിരിക്കുക. പകരം അവരുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി അർത്ഥവത്തായ ഒരു പുഞ്ചിരി മാത്രം സമ്മാനിക്കുക. എന്നിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ വളരെ ശാന്തമായി മുന്നോട്ട് നടന്നു പോവുക. നമ്മളൊരു ചുവരിലേക്ക് പന്തെറിഞ്ഞാൽ അത് തിരികെ നമ്മുടെ നേരെ തന്നെ തെറിച്ചു വരും. എന്നാൽ അതേ പന്ത് വായുവിലേക്ക് എറിഞ്ഞാൽ അത് ലക്ഷ്യമില്ലാതെ എങ്ങുമെത്താതെ താഴേക്ക് വീണുപോകും. നമ്മൾ ഒരിക്കലും ആ ചുവരാകരുത്, പകരം വായുവിനെ പോലെയായി മാറണം. നിങ്ങളുടെ ഈ മൗനം അവരെ മുൻപത്തേക്കാൾ കൂടുതൽ അസ്വസ്ഥരാക്കും. അവർ വീട്ടിൽ പോയി ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് അവനൊട്ടും വിഷമം വരാതിരുന്നത് എന്ന്. തന്റെ വാക്കുകളുടെ മൂർച്ച കുറഞ്ഞുപോയോ അതോ അവൻ തങ്ങളെക്കാൾ ഒരുപാട് ഉയരത്തിലെത്തിക്കഴിഞ്ഞോ എന്നോർത്ത് അവർ ഉള്ളിൽ കിടന്ന് സ്വയം ഉരുകും.
നിങ്ങളുടെ ഈ അചഞ്ചലമായ ശാന്തത അവരുടെ ഉറക്കം കെടുത്തും. സ്വന്തം വികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്നവന് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള കരുത്തുണ്ടാകും. മറ്റുള്ളവർ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴേക്കും ദേഷ്യപ്പെടുന്ന രീതിയിലാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് അവരുടെ അടിമയായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണാധികാരം എപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമായി സൂക്ഷിക്കുക. മൗനം എന്നത് നമ്മെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പരിച മാത്രമാണ്. എന്നാൽ ഒരു വാക്കുപോലും ഉരിയാടാതെ തന്നെ നമ്മെ തളർത്താൻ വരുന്നവരുടെ മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റൊരു മനഃശാസ്ത്രപരമായ തന്ത്രം കൂടിയുണ്ട്. നമുക്കതിനെ മൂടൽമഞ്ഞിന്റെ തന്ത്രം എന്ന് വിളിക്കാം. മഹാനായ ചാണക്യൻ പണ്ട് ചന്ദ്രഗുപ്തനോട് ഉപദേശിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യം നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ ഇടനൽകരുത്. കാരണം നമുക്ക് ചുറ്റുമുള്ള അസൂയക്കാരായ മനുഷ്യർ എപ്പോഴും ഒരു ചാരനെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർ വന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, പകരം നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യവിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനാണ് അവർക്കെപ്പോഴും താൽപ്പര്യം. നമ്മളാകട്ടെ പലപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അത്തരക്കാരുടെ മുന്നിൽ തുറന്നു പറഞ്ഞു പോകാറുണ്ട്. വ്യവസായത്തിൽ വന്ന നഷ്ടങ്ങളും കുടുംബത്തിലെ ചെറിയ വഴക്കുകളും വരെ നമ്മൾ അവരുമായി പങ്കുവയ്ക്കും. എന്നാൽ ഓർക്കുക, പിൽക്കാലത്ത് നമുക്കെതിരെ തന്നെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളായിട്ടാണ് അവർ ഈ വിവരങ്ങളെ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മൂടൽമഞ്ഞ് പോലെയാകാൻ പഠിക്കണം. മൂടൽമഞ്ഞിനെ ആർക്കും പിടിച്ചുവെക്കാൻ കഴിയില്ല. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ചകളെ ഒട്ടും വ്യക്തമായി കാണാനും ആർക്കും സാധിക്കില്ല. അവർ നിങ്ങളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് തുറന്നു ചോദിക്കുമ്പോൾ ഒട്ടും വ്യക്തതയില്ലാത്ത മറുപടികൾ നൽകാൻ ശീലിക്കുക. നിങ്ങളുടെ മാസവരുമാനം എത്രയെന്ന് ചോദിച്ചാൽ കൃത്യമായ തുക പറയാതെ ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകുന്നു എന്ന് മാത്രം പറയുക. അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നോക്കണം, സമയമാകുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കും എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക. മനഃശാസ്ത്ര ലോകത്ത് ഇതിനെ ചാരനിറത്തിലുള്ള ഒരു സാധാരണ പാറക്കല്ലിനെ പോലെ നിസ്സംഗനായി മാറുക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു കല്ല് പോലെ തികച്ചും വിരസമായി മാറുക. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കൗതുകമുണർത്തുന്ന യാതൊരു വിവരങ്ങളും ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും പതിയെ മാറിപ്പോകും. ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരടഞ്ഞ പുസ്തകം പോലെയായിരിക്കണം. അതിന്റെ മനോഹരമായ പുറംചട്ട എല്ലാവർക്കും കാണാം. എന്നാൽ അതിനുള്ളിലെ താളുകൾ തുറന്നു വായിക്കാൻ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അനുവാദം നൽകാവൂ. നമ്മുടെ മൗനവും നമ്മൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളുമൊക്കെ ഒരു പരിധിവരെ നല്ലതു തന്നെയാണ്. എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ പഴയകാല തെറ്റുകളെയോ പരാജയങ്ങളെയോ വലിച്ചിഴച്ച് അവർ നമ്മളെ പരസ്യമായി അപമാനിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? ആ സമയത്ത് വെറുതെ മിണ്ടാതിരുന്നാൽ മാത്രം പോരാ. പകരം അവർ നമ്മളെ മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധം അവർക്ക് നേരെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു വേറിട്ട തന്ത്രം നമ്മൾ പ്രയോഗിക്കണം. ഇതിനെ നമുക്ക് സമ്മതത്തിന്റെ ആയുധം എന്ന് വിശേഷിപ്പിക്കാം. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നാമെങ്കിലും മനഃശാസ്ത്രപരമായി നോക്കിയാൽ ശത്രുവിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും മാരകമായ ഒരു നീക്കമാണിത്. ജാപ്പനീസ് ആയോധനകലയായ ഐക്കിഡോയിൽ മനോഹരമായ ഒരു തത്വമുണ്ട്. ഒരു ശത്രു നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ അയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കില്ല. പകരം അയാൾ പ്രയോഗിക്കുന്ന അതേ ശക്തിയെ അയാൾക്കെതിരെ തന്നെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇതേ തന്ത്രമാണ് നമ്മൾ ഇവിടെയും പുറത്തെടുക്കേണ്ടത്. അവർ നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നമ്മൾ അതിനെ ന്യായീകരിക്കാനോ പ്രതിരോധിക്കാനോ നിൽക്കരുത്. നിങ്ങളുടെ വണ്ണം കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ ഈയൊരു പരീക്ഷ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നോ ഒക്കെ അവർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്, എനിക്കും പലപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നാറുള്ളത് എന്ന് മുഖത്തൊരു പുഞ്ചിരിയോടെ അങ്ങ് പറയുക. അവിടെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നതിന് പകരം അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം വളരെ തന്ത്രപൂർവ്വം വാങ്ങി മാറ്റുകയാണ് ചെയ്യുന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു കയറിന്റെ അറ്റത്ത് പിടിച്ച് ശക്തമായി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നും നമ്മൾ ആ കയർ പെട്ടെന്ന് വിട്ടുകൊടുത്താൽ അയാൾ പിന്നോട്ട് മലർന്നടിച്ചു വീഴില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ കുറവുകളെ നമ്മൾ തന്നെ സന്തോഷത്തോടെ അംഗീകരിക്കുമ്പോൾ പിന്നീട് നിങ്ങളെ തളർത്താൻ അവരുടെ കയ്യിൽ മറ്റൊരു ആയുധവും അവശേഷിക്കില്ല. ഇത് അവരെ മാനസികമായി ആകെ തളർത്തിക്കളയും. മഹാനായ ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ശക്തനായ ശത്രുവിനെ വിനയം കൊണ്ടും ദുഷ്ടനായ ശത്രുവിനെ അവന്റെ തന്നെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. നമ്മൾ എത്രത്തോളം ശാന്തത പാലിച്ചാലും അതിനെ നമ്മുടെ പരാജയമായോ ബലഹീനതയായോ കണ്ട് വീണ്ടും നമ്മെ ആക്രമിക്കാൻ മുതിരുന്ന ചില മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അങ്ങനെയുള്ളവരെ നേരിടാൻ നമ്മൾ പുറത്തെടുക്കേണ്ടത് അതിരുകടന്ന വിനയമെന്ന ആയുധമാണ്. നന്മ കൊണ്ടും അളവറ്റ കാരുണ്യം കൊണ്ടും ശത്രുവിനെ നിശബ്ദനാക്കുക എന്ന് ഇതിനെ ലളിതമായി വിശേഷിപ്പിക്കാം. മഹാനായ ചാണക്യന്റെ നീതിശാസ്ത്രപ്രകാരം ഒരാൾ നമുക്ക് വിഷമാണ് തരുന്നതെങ്കിൽ അവന് നമ്മൾ തിരികെ അത്രയധികം മധുരം വെച്ച് നീട്ടണം. അത് കാണുന്ന മറ്റുള്ളവരുടെ മുന്നിൽ അവൻ സ്വയം ഒരു മോശക്കാരനായി മാറി നിൽക്കും. നമുക്കൊരു ചെറിയ സാഹചര്യം ആലോചിച്ചു നോക്കാം. ഒരു കുടുംബ ചടങ്ങിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുമ്പോൾ ഒരാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിക്കുകയാണ്.
നീ എത്ര നാളിങ്ങനെ അച്ഛന്റെ പൈസയിൽ ജീവിക്കും എന്ന് അയാൾ ഉറക്കെ ചോദിച്ചാൽ അവിടെ നിങ്ങളുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ അപ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് അവിടെ വലിയൊരു വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ വിനയത്തിന്റെ മനോഹരമായൊരു തന്ത്രം അവിടെ പ്രയോഗിക്കാം. തികച്ചും ശാന്തമായ മുഖത്തോടെ 2 കൈകളും കൂപ്പി നിങ്ങളിങ്ങനെ പറയുക: അമ്മാവൻ എന്നെക്കുറിച്ച് ഇത്രയും വലിയ ചിന്തയുണ്ടല്ലോ. ഈ കാലത്ത് മറ്റുള്ളവരെക്കുറിച്ച് ഇത്രയധികം ആശങ്കപ്പെടാൻ ആരുണ്ട്? നിങ്ങളെപ്പോലൊരു വലിയ വഴികാട്ടിയെ കിട്ടിയ ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. ഇനി ഞാൻ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അമ്മാവൻ തന്നെ എനിക്ക് കൃത്യമായി പറഞ്ഞു തരൂ. ഇത് കേട്ടു നിൽക്കുന്ന അവിടെയുള്ള മറ്റുള്ളവർ ചിന്തിക്കുക എന്തായിരിക്കും? എത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയാണവൻ, എന്നാൽ ഈ മനുഷ്യൻ എന്തൊരു മോശക്കാരനാണ് എന്ന് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചിന്തിക്കും. അവിടെ നിങ്ങളുടെ ബഹുമാനവും വിലയും മറ്റുള്ളവരുടെ മുന്നിൽ ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ വ്യക്തിയാകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട് വിലകെട്ടവനായി മാറുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥ മനുഷ്യ മനസ്സിന്റെ ശാസ്ത്രം. നമ്മൾ വെറുപ്പിനു പകരം തിരികെ സ്നേഹം വെച്ച് നീട്ടുമ്പോൾ അവരുടെ മനസ്സ് പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാകും. ഞാൻ ഇത്രയധികം വേദനിപ്പിച്ചിട്ടും ഇയാൾ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും നന്നായി പെരുമാറുന്നത് എന്ന ചിന്ത അവരെ ഉള്ളിൽ നിന്നും നിരന്തരം ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. ചെളിയിൽ ഇറങ്ങി നിന്ന് ചെളിയോട് യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. മുകളിൽ നിന്നും നല്ല ശുദ്ധമായ വെള്ളം ഒഴുക്കിവിട്ടാൽ ആ ചെളി തനിയെ ഒലിച്ചുപോയിക്കൊള്ളും. നമ്മൾ പുറമേക്ക് കാണിക്കുന്ന ഈ വിനയവും ശാന്തതയുമെല്ലാം ഒരു തന്ത്രപരമായ കവചം മാത്രമാണ്. കാരണം നിങ്ങളുടെ യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് മറ്റെവിടെയുമല്ല, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലാണ്. ആ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിജയം വരിച്ചാൽ പിന്നെ നിങ്ങളെ തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ട് യാതൊരു മറുപടിയും പറയേണ്ടി വരില്ല. നിങ്ങളുടെ ആ മനോഹരമായ വിജയം തന്നെയായിരിക്കും അവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടി. വിജയത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഒരു സിംഹം ഇരപിടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരിക്കലും അലറാറില്ല. അത് അതീവ ശാന്തതയോടെ ഒട്ടും ശബ്ദമുണ്ടാക്കാതെയാണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ കാട് മുഴുവൻ അതിന്റെ മുന്നിൽ നിശബ്ദമായി പോകും. നമ്മളോട് അസൂയ വെച്ചു പുലർത്തുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രഹരം നമ്മുടെ വാക്കുകളല്ല, മറിച്ച് നമ്മൾ നേടിയെടുക്കുന്ന വിജയങ്ങളാണ്. നമ്മൾ പലപ്പോഴും വരുത്തിവെക്കുന്ന ഒരു വലിയ അമളി എന്താണെന്നറിയാമോ? നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരോടും മുൻകൂട്ടി വിളിച്ചു പറയും എന്നതാണ്. മഹാനായ ചാണക്യൻ ഉപദേശിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അത് പൂർണ്ണമായി ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഒരിക്കലും മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത് എന്നാണ്. നിങ്ങളുടെ ഭാവി പദ്ധതികൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അതിൽ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കാൻ അവർക്ക് നിങ്ങളായിട്ട് തന്നെ അവസരമൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് പൂർണ്ണമായും താഴിട്ട് നിങ്ങളുടെ കൈകളെ ലക്ഷ്യത്തിലേക്കുള്ള കർമ്മങ്ങളിൽ വ്യാപൃതമാക്കുക. കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ സാമൂഹിക ഇടപെടലുകളെല്ലാം പരമാവധി പരിമിതപ്പെടുത്തുക. നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് കരുതി അവർ മനസ്സിൽ സന്തോഷിക്കട്ടെ, അവരെ അതിനനുവദിക്കുക. ആ നിശബ്ദതയിൽ അണിയറയിലിരുന്ന് നിങ്ങൾ ലക്ഷ്യത്തിനായി കഠിനമായി അധ്വാനിക്കുക. ഒടുവിൽ നിങ്ങളുടെ വിജയം പുറംലോകമറിയുന്ന ആ ദിവസം നിങ്ങൾക്കൊരു വാക്കുപോലും പറയേണ്ടി വരില്ല. നിങ്ങളുടെ ആ പുത്തൻ ജീവിതവും വളർച്ചയും കാണുമ്പോൾ അവരുടെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നത് പോലുള്ള വലിയൊരു അസ്വസ്ഥത അവർക്കുണ്ടാകും. അന്ന് നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ആ കപടപുഞ്ചിരിയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. നിങ്ങളെ പലവട്ടം അപമാനിച്ചവരോട് പകരം ചോദിക്കാനുള്ള ഏറ്റവും മനോഹരമായ വഴി അവരെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് വളർന്നു പന്തലിക്കുക എന്നത് മാത്രമാണ്. ഒരു ആന രാജകീയമായി നടന്നു പോകുമ്പോൾ വഴിയിൽ കിടന്ന് പട്ടികൾ കുരച്ചേക്കാം. എന്നാൽ ആ ആന ഒരിക്കലും തിരിഞ്ഞു നിന്ന് ആ പട്ടികളോട് തർക്കിക്കാനോ മറുപടി പറയാനോ നിൽക്കാറില്ല. അത് അതിന്റെ വഴിക്ക് ശാന്തമായി മുന്നോട്ടു പോകും. നമ്മളും ആ ആനയെപ്പോലെ തന്നെയായിരിക്കണം. നമ്മളെ നോക്കി കുരയ്ക്കുന്നവരെ പൂർണ്ണമായും അവഗണിച്ച് സ്വന്തം ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുനട്ട് ധീരമായി മുന്നേറുക. യഥാർത്ഥ വിജയമെന്നത് ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒന്നല്ല. അതിന് അതിൻ്റെതായ സമയവും കഠിനാധ്വാനവും ആവശ്യമുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ വിലയും അന്തസ്സും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മനോഹരമായൊരു മനഃശാസ്ത്ര തന്ത്രമുണ്ട്. നമ്മുടെ സാന്നിധ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക എന്നതാണ് ആ തത്വം. കൽക്കരിയേക്കാൾ വജ്രത്തിന് ലോകത്ത് ഇത്രയധികം മൂല്യം വരാൻ കാരണം അത് വളരെ അപൂർവമായി മാത്രം കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ടാണ്. എപ്പോഴും എവിടെയും സുലഭമായി കിട്ടുന്ന ഒന്നിനും മനുഷ്യർ പൊതുവെ വില കൽപ്പിക്കാറില്ലല്ലോ. നമ്മൾ പലപ്പോഴും വരുത്തുന്ന ഒരു വലിയ തെറ്റ് നമ്മെ തളർത്താൻ നോക്കുന്ന ഇത്തരം ആളുകളൊന്ന് വിളിക്കുമ്പോഴേക്കും നമ്മുടെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം മാറ്റിവെച്ച് അവരുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നു എന്നതാണ്. അവർ നമ്മെ പരിഹസിച്ചാൽ പോലും നമ്മൾ ആ സദസ്സിൽ തന്നെ തുടർന്നിരിക്കും. എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ ഈ അനാവശ്യ സാന്നിധ്യം പൂർണ്ണമായും കുറയ്ക്കുക. അവർ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ അതിന് തുനിയാതെ അല്പം കഴിഞ്ഞ് ഞാനൊരു പ്രധാന കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്നൊരു സന്ദേശം മാത്രം കൈമാറുക. നിങ്ങളുടെ ഓരോ നിമിഷവും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ അവരെക്കാൾ വലിയ ലക്ഷ്യങ്ങളും പ്രാധാന്യമുള്ള കാര്യങ്ങളുമുണ്ടെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അമിതമായ അടുപ്പവും കൂട്ടുകൂടലും എപ്പോഴും ബഹുമാനം കുറയ്ക്കുമെന്നാണ് മഹാനായ ചാണക്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ചന്ദനമരത്തിൽ വിഷപ്പാമ്പുകൾ നിരന്തരം ചുറ്റിപ്പിണഞ്ഞു കിടന്നാലും ചന്ദനം അതിന്റെ വിശിഷ്ടമായ സുഗന്ധം ഒരിക്കലും കൈവിടാറില്ല.
നമ്മളും ആ ചന്ദനമരത്തെ പോലെ സ്വന്തം നന്മ കാത്തുസൂക്ഷിക്കണം. എങ്കിലും ആ പാമ്പുകളിൽ നിന്നും കൃത്യമായ അകലം പാലിക്കാൻ എപ്പോഴും ജാഗ്രത പുലർത്തണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അതിരുകൾ നിങ്ങൾ തന്നെ കൃത്യമായി നിശ്ചയിക്കുക. ആ അതിർവരമ്പുകൾ ഭേദിക്കാൻ ഒരാൾക്കും അനുവാദം നൽകരുത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എത്രയൊക്കെ അകലം പാലിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ സമാധാനം തകർക്കാൻ വേണ്ടി ചിലർ വീണ്ടും വീണ്ടും കടന്നു വന്നേക്കാം. നമ്മുടെ ശാന്തതയെ അവർ നമ്മുടെ ബലഹീനതയായിട്ടായിരിക്കും വിലയിരുത്തുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട അന്തിമ തന്ത്രമാണ് കണ്ണാടി തന്ത്രം. പ്രശസ്തമായ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം വ്യക്തമാക്കുന്നത് ഓരോ പ്രവർത്തനത്തിനും അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നാണ്. ചിലപ്പോഴൊക്കെ ഈ പ്രകൃതി നിയമം നമ്മുടെ ജീവിതത്തിലും നമുക്ക് നടപ്പിലാക്കേണ്ടി വരും. ഒരാൾ നിങ്ങളുടെ സഹനശക്തിയുടെ എല്ലാ അതിരുകളും ലംഘിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ അവർ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചും പെരുമാറുക. പക്ഷേ അത് തികച്ചും മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം. ഉദാഹരണത്തിന്, അവർ നിങ്ങളുടെ ചെറിയ ജോലിയെയാണ് പരിഹസിക്കുന്നതെങ്കിൽ, അതെ, എന്റെ ജോലി ഒരു പക്ഷേ ചെറുതായിരിക്കാം, പക്ഷേ എനിക്ക് രാത്രിയിൽ യാതൊരു ഭയവുമില്ലാതെ സമാധാനമായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് മുഖത്തൊരു മന്ദഹാസത്തോടെ പറയുക. ഇനി നിങ്ങളുടെ ശരീരഭാരത്തെക്കുറിച്ചോ വണ്ണത്തെക്കുറിച്ചോ ആണ് അവർ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ, ശരിയാണ്, എനിക്ക് വണ്ണം അല്പം കൂടിയിട്ടുണ്ട്, എങ്കിലും അമ്മായിയും സ്വന്തം ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം, മുഖത്തൊക്കെ പ്രായത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് സൗമ്യമായി ഓർമ്മിപ്പിക്കുക. ഇവിടെ നമ്മൾ മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം അവർ നമുക്ക് നേരെ നീട്ടുന്ന അതേ കൈപ്പേറിയ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി അവർക്ക് നേരെ തിരിച്ചുപിടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതോടെ നമ്മൾ പഴയതുപോലെ എല്ലാം മിണ്ടാതെ സഹിച്ചു നിൽക്കുന്ന ആളല്ലെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടും. ദുഷ്ടന്മാരായ ആളുകളോട് അവരുടെ അതേ ഭാഷയിൽ തന്നെ സംസാരിക്കണമെന്നാണ് ചാണക്യനും പറഞ്ഞിട്ടുള്ളത്. ഒരു പട്ടി നമ്മളെ കടിച്ചാൽ നമ്മൾ അതിനെ തിരിച്ചു കടിക്കാറില്ലല്ലോ. എന്നാൽ നമ്മെ ആക്രമിക്കാൻ വരുന്ന ആ മൃഗത്തെ ഓടിച്ചുവിടാൻ കയ്യിലൊരു വടി കരുതേണ്ടത് അത്യാവശ്യമാണ്. ആ വടി തന്നെയാണ് ഈയൊരു തന്ത്രവും. ഈ പറഞ്ഞിട്ടുള്ള തന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പരിചയമായി മാത്രം ഉപയോഗിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. എന്നാൽ അവർ മാത്രമല്ല നമ്മുടെ ജീവിതം. ഒരു ചീഞ്ഞ പഴം ആ കുട്ടയിലിരിക്കുന്ന മറ്റെല്ലാ നല്ല പഴങ്ങളെ കൂടി നശിപ്പിച്ചു കളയാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സമാധാനം കളയുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക് മാറ്റി നിർത്താൻ ഒട്ടും മടിക്കരുത്. കാരണം നിങ്ങളുടെ മാനസിക സമാധാനമാണ് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത്. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ശാന്തതയുണ്ടെങ്കിൽ പുറത്തുനിന്നുണ്ടാകുന്ന യാതൊരു കൊടുങ്കാറ്റിനും നിങ്ങളെ ഉലയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വിജയത്തിന്റെ ഗാംഭീര്യം കൊണ്ട് ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഇല്ലാതാക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിലല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുനട്ട് മുന്നേറുക. വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണാധികാരം മറ്റാരുടെയും കൈകളിൽ നമ്മളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാം. ഈ പങ്കുവച്ച ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള അറിവുകൾക്കായി ഞങ്ങളെ പിന്തുണയ്ക്കാൻ മറക്കരുത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പോടെ കുറിക്കൂ.